ഹലോ SSLC സ്റ്റുഡൻസ്, 2022 നടന്ന ക്രിസ്മസ് എക്സാം അഥവാ സെക്കൻഡ് ടേം എക്സാമിൻ്റെ സൊല്യൂഷനാണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ 2022 ക്രിസ്മസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും. അതേപോലെ തന്നെ അതിൻ്റെ ആൻസറും എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരും. അപ്പോൾ ഈ വീഡിയോ എന്താണെങ്കിലും കാണണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതേപോലെ തന്നെ ആയിരിക്കും 2023 ടേം 2 എക്സാം, 2024 ടേം 2 എക്സാം. അപ്പോൾ മക്കളെ, നമ്മുടെ ഈ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ഫസ്റ്റ് അനാലിസിസ് ഞാൻ പറഞ്ഞുതരാം. ക്രിസ്മസ് എക്സാം 2022 നടത്തിയത്, ഓക്കെ, 22 നടത്തിയ എക്സാമിൽ ഈ ചാപ്റ്റേഴ്സാണ് മെയിനായിട്ട് വന്നത്. 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ട്രിഗ്നോമെട്രിയും ടാൻജൻസും ആണ്. 36, 31 മാർക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും 110 മാർക്കാണ് എക്സാം ടോട്ടൽ വരിക. നിങ്ങൾക്ക് 80 മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കുക, 80 മാർക്കാണ് മാക്സിമം. 2.5 മണിക്കൂറുണ്ട്. പക്ഷേ 110 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ തരും. എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 110 മേടിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? ഓപ്ഷൻസ് ആയിരിക്കും. ചിലത് ആൻസർ ചെയ്യാൻ പറ്റും, ചിലത് ആൻസർ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാവുന്ന 2 മാർക്ക് ക്വസ്റ്റ്യനിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യും. ഇനി നിങ്ങൾക്ക് 3 മാർക്കും 4 മാർക്കും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പറിൻ്റെ ഫുൾ ആൻസർ കീയും കൂടി ആവും. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ ദ ഫസ്റ്റ് ചാപ്റ്റർ അല്ല, ഫസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 മാർക്കിൻ്റെ 3 എണ്ണം അല്ല, 4 എണ്ണം തന്നു. 3 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഇതിന് മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് examiner.com കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഈ 4 ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ട് വേണം, 3 മാർക്ക് 4 മാർക്ക് വേണമെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ഇവിടെ 30 ഡിഗ്രി വന്നു, ഇവിടെ 90. ഇവിടെ എന്തായിരിക്കും? നമുക്കറിയാം 30, 60, 90. ഇതിനി അറിയാത്തവരെന്ത് ചെയ്യും? മക്കളെ, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി കിട്ടണം. ഓക്കെ, ആംഗിൾ എ തന്നിട്ടില്ല. ആംഗിൾ ബി എത്ര? 90 ഡിഗ്രി ആൻഡ് ആംഗിൾ സി 30 ഡിഗ്രി. ഇതെല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഇത്ര 120 കിട്ടും. ഇത് 180 വരും. ഓക്കെ, ഇനി ഈ 120 ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആവും അല്ലേ, മൈനസ് ആവും. അപ്പോൾ എത്ര വരിക നമുക്ക് ആൻസർ? 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. അപ്പോൾ എത്ര ആംഗിൾ എ വന്നത്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത്ര കഷ്ടപ്പെടൊന്നും ആവശ്യമില്ല. ഞാനിത് മായ്ക്കാൻ പോവാണ്. ഇതൊന്നും എഴുതാണ്ട് നേരെ നിങ്ങൾ പോയിട്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതിയാലും മതി. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 13, 90 കണ്ടാൽ മറ്റേ 60 ആണ്, 16, 90 കണ്ടാൽ മറ്റേ 30. അപ്പോൾ 30, 60, 90, 30, 60, 90 എന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി. ബി സിന് നീളം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിലേക്ക് സൂം ചെയ്യാം. നമ്മുടെ റേഷ്യോ വെച്ച് നമുക്ക് പഠിക്കാം. നോക്കിക്കേ, ഇത് 60 ഡിഗ്രി. നമുക്കറിയുന്ന റേഷ്യോ പരിപാടി എന്താ മക്കളെ? എത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. 30, 60, 90 ട്രയാങ്കിൾ, 30, 60, 90 ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ 1√3, 2. ഓക്കെ, 1:√3:2 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ നോക്കിയേ, 13ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇവിടെ 3 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 3 എന്ന് എഴുതുന്നു. 1 എങ്ങനെയാണ് √3 ആയത്? *√3. അപ്പോൾ 3 ഇങ്ങനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 60ക്ക് ഓപ്പോസിറ്റ് നോക്കിയാൽ 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 3 *√3 വരും. അപ്പോൾ എത്രയാ? 3√3. അപ്പോൾ ഇവിടെ 3√3 വരും. ആൻഡ് നിങ്ങളെല്ലാവരും കമൻറ്റിൽ ആൻസർ ചെയ്യേണ്ടത് 90ക്ക് ഓപ്പോസിറ്റ് എ സി എന്നുള്ള സൈഡ് എത്ര? നിങ്ങൾ കമൻറ്റിൽ ആൻസർ ചെയ്യണം. ബി സി ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ എ സി നിങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ബി സിൻ്റെ നീളം എത്രയാണ് മക്കളെ? ബി സി എന്ന് പറഞ്ഞാൽ 3√3 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് നിങ്ങൾ മാറ്റമൊന്നും വേണ്ട, 3√3 എന്ന് എഴുതി വെച്ചാൽ മതി, ആൻസർ കിട്ടി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. വളരെ സിമ്പിൾ. അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യാം. ട്രിഗ്നോമെട്രി അറിയുന്നവർ അത് അറ്റംപ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഇസ് ഇൻക്രീസ് ബൈ 1 മീറ്റർ. ഓരോ വശം, സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, അതിൽ എക്സ് എല്ലാം സെയിം ആണല്ലോ, അതെല്ലാം സൈഡും 1 മീറ്റർ കൂട്ടി x+1 ആക്കിയാൽ അപ്പോഴുള്ള പരപ്പളവ്, ദെൻ ദ ഏരിയ ബിക്കംസ് 49 സ്ക്വയർ മീറ്റേഴ്സ്. സെൻറ്റിമീറ്റർ അവസാനം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? ഞാനിവിടെ റഫ് വർക്ക് കാണിച്ചു കേട്ടോ മക്കളെ. എൻ്റെ കയ്യിലൊരു സ്ക്വയർ ഉണ്ടായിരുന്നു, പാവം സ്ക്വയർ. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ സൈഡിൽ നീളം എക്സ്, ഇതിൻ്റെ ഏരിയ എത്രയാണ്? x². ഓക്കെ, x² ആണ് ഏരിയ. ഇനി നമ്മുടെ ഇതിൽ പറയുന്നത്, അവർ പറഞ്ഞ് നമുക്ക് സ്ക്വയറിൻ്റെ എല്ലാ സൈഡുകളും 1 സെൻറ്റിമീറ്റർ വെച്ച് കൂട്ടാം. ഓക്കെ, ഇത് കണ്ട ഒരു സ്ക്വയർ പോലെ അല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു? സ്ക്വയറിൻ്റെ സൈഡുകളെല്ലാം x+1 ആക്കി. വീണ്ടും ഒരു സ്ക്വയർ കിട്ടി. ഇയാളുടെ ഏരിയ എന്താണ്? ഇവിടെ ഇത് 5² ആണെങ്കിൽ ഇതെന്താണ്? 6² അല്ലേ? ഒരു സൈഡ് കുറവ്, ഇത് കുറവ്. അപ്പോൾ എന്താ? x+1 അതിൻ്റെ സ്ക്വയർ, അതാണ് ഇതിൻ്റെ ഏരിയ. ഇതിൻ്റെ ഏരിയ x². ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഇനി
ഇവർ പറയുന്ന പുതിയ സ്ക്വയർ ദാ ഇൻക്രീസ് ചെയ്ത് 1 മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഏരിയ എന്തായി? 49 സ്ക്വയർ മീറ്റർ ആയി. ഈ ഏരിയ എന്ന് പറയുന്നത് അവർ പറയാണ് ഈ ഏരിയ വലിയ ഏരിയ 49 ആണെന്ന്. നമുക്ക് എഴുതാം 49 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. 49 ആരുടെ സ്ക്വയറാ? വളരെ സിമ്പിൾ. 49 എന്ന് പറയുമ്പോൾ 7 സ്ക്വയർ ആണ്. റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കിട്ടി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിൽ നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ആ സ്ക്വയറിന് അങ്ങ് വെട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആൻസർ ഇട്ടാൽ പ്ലസ് മൈനസ് 7 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഓക്കെ, നമ്മളിവിടെ ഏരിയ, നീളം, പരപ്പളവൊക്കെ നോക്കുന്നുണ്ട്. ഈ പ്ലസ് മൈനസും എടുക്കണ്ട, നീളം പരപ്പളവൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് 7 എടുക്കുന്നു. -7 എടുത്താൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ആൻസർ ഉണ്ട്. നെഗറ്റീവ് ആൻസർ ഇവിടെ വേണ്ട. ഓക്കെ, നിങ്ങളായതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. 2 ആൻസർ വരുന്നത്. ഓക്കെ, എക്സ് പ്ലസ് 1 7 ആണെങ്കിൽ എന്താ കിട്ടുക? എക്സ് എന്ന് പറയുമ്പോൾ 7 - 1 എക്സ് എത്രയാണ് മക്കളെ കിട്ടുക? 6 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ആണോ? അല്ല, മീറ്റർ. ശരിക്കത്തെ സ്ക്വയറിൻ്റെ സൈഡ് 6 മീറ്റർ. ഇനി അതല്ല, നമുക്ക് എക്സ് പ്ലസ് 1 നിങ്ങൾ -7 എടുത്തോ. നിങ്ങൾ നല്ല കുട്ടികളാണ്, അത് ചെയ്തു, ഒരു തെറ്റൊന്നുമില്ല. -7 - 1 എക്സ് എന്ന് പറയുമ്പോൾ -8 മീറ്റർ. മക്കളെ -8 എന്നുള്ളൊരു ആൻസർ കിട്ടുമോ? ഒരു നീളം മൈനസ് ആവുമോ? തെറ്റി. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ആരാണ്? ഇയാളാണ് കറക്റ്റ് ആൻസർ. അപ്പം ആദ്യത്തെ സ്ക്വയർ നോക്കിയേ, ഇവർ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഒറിജിനൽ. ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് എന്താണ്? എക്സ് ആണ്. എക്സ് എത്ര? 6 മീറ്റർ. മീറ്ററിന് യൂണിറ്റ് എല്ലാവരും ഓർക്കണം. മീറ്റർ ഓർക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും യൂണിറ്റ് കറക്റ്റ് ചെയ്യുന്ന ചാറ്റിലല്ല, കമൻസിൽ പ്രോമിസ് ചെയ്യാം. ഓക്കെ, ഇവിടെ 7 ആയിരുന്നു, ഇത് 6 ആണ്. കാരണം 7 സ്ക്വയർ ആണ് 49. ഇതെന്താണ്? 6 സ്ക്വയർ 36. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടി, ഇതും കിട്ടി. എക്സാം അടിപൊളിയായിട്ട് ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾ അടിപൊളിയായി ചെയ്താൽ ബാക്കി എല്ലാ സെക്ഷനും ഓട്ടോമാറ്റിക്കലി അടിപൊളി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് വിട്, റിലാക്സ് ചെയ്ത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോർഡിനേറ്റ്, സൂചക സംഖ്യകളിൽ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കോട്ടോ. ഇൻ ദ ഫിഗർ ഒ എ പി ബി ഇസ് എ റെക്ടാങ്കിൾ, ഒരു ചതുരമാണെന്ന് പറയുന്നു. ഒ എ പി ബി. മക്കളെ ഈ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? ചതുരത്തിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, എല്ലാം 90 ഡിഗ്രി. ഇത് 90, ഇത് 90, ഇത് 90, ഇത് 90. ഓക്കെ, പിന്നെന്താ കോർഡിനേറ്റ്സ് ഓഫ് പി എന്ന് പറയുന്നത് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് മാത്രം 7,5. സൂചക സംഖ്യ 7.5. 7.5 7,5. എയും ബിയും കണ്ടുപിടിക്കാം. മക്കളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എനിക്കൊരു ഉപകാരം ചെയ്യുക, ഒയിൻ്റെ കോർഡിനേറ്റ്സ് കമൻറ്റിൽ ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഒ? ഒ, ഈ ഒ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എക്സ് ആക്സിസും വൈ ആക്സിസും ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് ഒറിജിൻ അഥവാ ആധാര ബിന്ദു. ഈ ഒൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങളെല്ലാവരും കമൻറ്റ്സിൽ ആൻസർ ചെയ്തോ? ആൻസർ ആണ്. കമൻറ്റ് ഇപ്പം തന്നെ ഇട്, ഞാൻ കാണൂലാന്നല്ലേ, ഇപ്പം തന്നെ കമൻറ്റിലിടാം, അല്ലെങ്കിൽ എക്സാം തെറ്റും. ഓക്കെ, ഒ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. അപ്പം എന്താ? 0,0. ഓക്കെ, ഇങ്ങനെ പേടിപ്പിക്കുന്നൊരു മുഖം പോലെ ഉണ്ടാവും. ഓക്കെ, അത് കിട്ടി. ഇനി ഈ ഇതെന്താണ്? എക്സ് ആക്സിസിനോട് പാരലാണ് അല്ലേ? 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് വൈ ആക്സിനോട് പാരൽ, ഇത് എക്സ് ആക്സിനോട് പാരൽ. അപ്പോൾ എക്സും വൈനോടും സമാന്തരമായിട്ട് പോകുന്ന സാധനം. ഇത് 7,5 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് 7,5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് ദൂരം. 7 എന്ന് പറഞ്ഞാൽ ഏതാ നമ്പർ മക്കളെ? ഇതാ എക്സ്. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ 7 ആണ്. അതേപോലെ ഈ പോയിന്റ് എന്താണ്? ഇതിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ 7ഉം വൈ എന്ന് പറയുമ്പോൾ 5ഉം. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടി. എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റ് ഒന്നാണ്? വൈ 0ആണ്. അപ്പം എൻ്റെ കോർഡിനേറ്റ്സ് എന്താ മക്കളെ? എൻ്റെ കോർഡിനേറ്റ്സ് പറയുമ്പോൾ ഒറിജിന് സാറേ എക്സ് 7 പോവാം, മേലേക്കും താഴേക്കും പോകണ്ട. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 7,0 എഴുതിക്കോ. 7,0 ഇതാണ് എ. ഓക്കെ, നോക്കിയേ, ഒറിജിന് 7 ദൂരം ഇങ്ങോട്ടേക്ക് പോയാൽ മതി. അതേപോലെ ഈ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഒറിജിന് ലെഫ്റ്റോ റൈറ്റോ പോകണ്ട, എക്സ് നീങ്ങണ്ട, നിങ്ങൾ നേരെ ലെഫ്റ്റ് കയറി മേലേക്ക് പോയിക്കോ. അപ്പം 5. അപ്പം എന്താണ്? 5,0 ആണോ? ഈ മിസ്റ്റേക്കാണ് കുറേ ആൾക്കാർ ഉണ്ടാക്കുക, തെറ്റി. അതല്ല ആൻസർ. നമ്മൾ ലെഫ്റ്റ് കയറി മേലേക്ക് പോകുമ്പോൾ വൈ നമ്പർ മാറുക. സോ ദി ആൻസർ ഇസ് ബി എന്ന് പറയുമ്പോൾ 0,5. എക്സ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് പോയില്ലെങ്കിൽ മേലേക്ക് താഴേക്കാണ് പോകുന്നത്. മേലേക്ക് പോയി 5 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം മക്കളെ. ഇവിടെ എന്താണ്? 7,0 ആൻഡ് ഇവിടെ എന്താണ്? 0,5. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു അര മാർക്ക് അവിടെ പോയി. ഓക്കെ, 1 2 3 ആൻസർ ചെയ്തോ. ഞാൻ സ്കിപ്പ് ചെയ്യാൻ പോവാം. നിങ്ങൾ വേണം സ്കിപ്പ് ചെയ്ത 4th ക്വസ്റ്റ്യൻ, പക്ഷേ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നിങ്ങളുടെ ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി എക്സ്ട്രാ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ 4 ചെയ്യേണ്ട. അത് അവസാന സമയമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലേറ്റൊക്കെ ഫുള്ളാകുമ്പോൾ നിങ്ങൾ ബുഫേയിൽ എക്സ്ട്രാ എടുക്കുന്നത് എപ്പോഴാണ്? എല്ലാം ട്രൈ ചെയ്യേണ്ട. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നോ. നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണം, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. മാക്സിമം കമൻറ്റ്സ് ആവട്ടെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 4th ക്വസ്റ്റ്യൻ. പി ടി ആൻഡ് പി എസ് എന്താണ്? ടാൻജൻസ് ആണ്, തൊടുവരയാണ്. ഓക്കെ, ഈ സർക്കിളിലേക്ക് ടാൻജൻസ് ആണ്. അറ്റ് ഒ
എസ് പി ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? എസ് പി ടി ഏതാണ് മക്കളെ ആംഗിൾ? ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി. ഫൈൻഡ് ദ മെഷർ ഓഫ് എസ് ഒ ടി കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ആംഗിൾ എസ് ഒ ടി കണ്ടുപിടിക്കണം, പിന്നെ പി ഒ ടി കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി? ഫസ്റ്റ് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിയിൽ നിന്ന് സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വന്നു. 2 ടാൻജൻറ്റും ഈക്വൽ ആയിരിക്കും. ഇത് കട്ടി കൂടുതലാണ്. എന്താണ്? ഈ ടാൻജൻറ്റും ഈക്വലാണ്. ഫസ്റ്റ് കാര്യം. ഇതും ഈക്വലാണെന്ന് നിങ്ങൾക്കറിയാം, കാരണം രണ്ടും റേഡിയസ്. ഇത് റേഡിയസ്. ഓക്കെ, മൂന്നാമത്തെ ഈ സൈഡ് രണ്ടാൾക്കും കോമൺ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ. ഈ ട്രയാങ്കിൾ പി ടി ഒ എന്നുള്ള ട്രയാങ്കിളും പി ഒ എസ് എന്നുള്ള ട്രയാങ്കിളും രണ്ടും സെയിം ആണ്. ഓക്കെ, സോറി, പി ഒ ടിയും പി ഒ എസും. ഓക്കെ, ആ ട്രയാങ്കിൾ രണ്ട് സെയിം ആണെന്നറിയാലോ. 2 ട്രയാങ്കിൾ സെയിം ആണ്. ഈ ആംഗിളും ഈക്വല, ഈ ആംഗിളും ഈക്വല, ഈ ആംഗിളും ഈക്വല, എല്ലാം ഈക്വലാണ്. ഓക്കെ, ഞാൻ രസത്തിന് നമുക്ക് എല്ലാം ഫില്ല് ചെയ്ത് തരാം. ഇത് 90, ഇത് 90. ഓക്കെ, ഇനി ഫസ്റ്റ് കാര്യം എസ് ഒ ടി കണ്ടുപിടിക്കണം മക്കളെ. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്താ? ഈ ബ്ലൂ കളർ കാണുന്നത്, സി, ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം അതെന്താ? 2 ആംഗിളുമാരല്ല. എന്താണ്? 60 ഡിഗ്രി ആണെങ്കിൽ എന്ത് വേണമെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? 180 ഡിഗ്രി മൈനസ് എക്സ്. ഓക്കെ, സെൻട്രലിൽ മൊത്തം ഉണ്ടാക്കുന്ന ആംഗിളും ഈ ആംഗിളും സപ്ലിമെൻ്ററി, അനുപൂരകമാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ് വരിക? 180 ഡിഗ്രി മൈനസ് 60. അപ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി. എത്രയാണ്? 120 ഡിഗ്രി. എഴുതിക്കോ, 120 ഡിഗ്രി. ഇത് മൊത്തമായിട്ടുള്ള ആംഗിൾ കേട്ടോ. ആംഗിൾ എസ് ഒ ടി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തത് ആംഗിൾ പി ഒ ടി. ഇനി ഞാൻ പറഞ്ഞു മേലത്തെ ഈ ട്രയാങ്കിളും താഴത്തെ ഈ ട്രയാങ്കിളും ഈക്വലാണ്, സെയിം ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ മൊത്തം ആംഗിളിനെ പകുതി മേലെയും പകുതി താഴെ ആക്കണം. ഓക്കെ, അപ്പോൾ 120ന് പകുതി മേലെ പോയി പകുതി താഴെ പോയി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി. ആൻഡ് ബാക്കി ഇവിടെ പോയി ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ അതോടെ നമ്മൾ ഇവിടെ ആൻസർ എഴുതി പി ഒ ടി ഈസ് ഈക്വൽ 60 ഡിഗ്രി. ഓക്കെ, കിട്ടി. നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ ഒരു ആൻസർ കൂടി കമൻറ്റ് ചെയ്യണം ആൻസറിന് വേണ്ടിയിട്ട്. അടുത്ത ടോപ്പിക്ക് വേണമെങ്കിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ വേണമെങ്കിൽ. അതേപോലെ തന്നെ മക്കളെ ഇതാ ഈ ആംഗിൾ എത്രയാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ടി പി ഒ എന്താണ്? ടി പി ഒ എന്താണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആംഗിൾ ടി പി ഒ കമൻറ്റ് ചെയ്യുക. താങ്ക് യു എവരി വൺ.